മറുപടി നൽകേണ്ട ചോദ്യമായി ഉറപ്പായും ഉണ്ടാകും. ചിത്രം ഇത് ഈ കണക്കുകളിൽ മാറ്റമുണ്ടായേക്കാം. ഒരു 10% പോലും കൗണ്ടിങ് എത്തിയിട്ടില്ല, വോട്ടുകൾ കൗണ്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കണക്കുകളിൽ മാറ്റമുണ്ടായേക്കാം. എന്തായാലും നിലവിലുള്ള ചിത്രം ഇങ്ങനെയാണ്. കോട്ടയത്ത് നിന്നും ഒരു അപ്ഡേറ്റ് വരുന്നത്, കോട്ടയത്ത് ഇടതു മുന്നണി ലീഡ് പിടിച്ചു എന്ന ഒരു ചിത്രമുണ്ട്. കോട്ടയത്ത് തോമസ് ചാഴികാടൻ ലീഡാണ്. പക്ഷേ ആ ലീഡിന്റെ വോട്ടുകളുടെ കണക്കുകൾ നമുക്ക് ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ വീണ്ടും മുന്നിൽ. LDF ആലത്തൂരിൽ ലീഡ് തിരികെ പിടിച്ചു. 1344 വോട്ടുകൾക്കാണ് കെ രാധാകൃഷ്ണൻ LDF ആലത്തൂരിൽ ലീഡ് ചെയ്യുന്നത്. രമ്യ ഹരിദാസ് വീണ്ടും പിന്നിലേക്ക് പോയി. ടൈറ്റ് ഫൈറ്റ് ആണ് ആലത്തൂരിൽ LDF മുന്നിൽ. ഏറ്റവും പുതിയ അപ്ഡേറ്റ്, ആലത്തൂരിൽ LDF മുന്നിൽ, കോട്ടയത്തും LDF മുന്നിൽ അല്ലേ? പത്തനംതിട്ടയിൽ തോമസ് ഐസക് 1188 വോട്ടുകൾക്ക് മുന്നിലാണ്. പത്തനംതിട്ടയിൽ തോമസ് ഐസക് 1188 വോട്ടുകൾക്ക് മുന്നിലാണ്. പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിന്റെ ലീഡ് 1188 കുതിച്ചെത്തുന്നു. അങ്ങനെ സംസ്ഥാനത്ത് 8 സീറ്റുകളിൽ LDF ലീഡ് ചെയ്യുന്നു. ബിജെപിയുടെ ലീഡ് ഒന്നാണോ രണ്ടാണോ? ഇപ്പോഴും ആലപ്പുഴയിലും തിരുവനന്തപുരത്തും ഇപ്പോഴും ലീഡ്. തൃശ്ശൂരിൽ പുതിയ അപ്ഡേറ്റ് വരുന്നു. സുരേഷ് ഗോപി മുന്നിൽ 264 വോട്ടുകൾക്ക് സുരേഷ് ഗോപി മുന്നിട്ട് നിൽക്കുകയാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ലീഡ് എടുത്തു. 264, 3835 സുരേഷ് ഗോപിക്ക്. രണ്ടാമത് VS സുനിൽകുമാർ LDF. കോട്ടയത്ത് കടുത്ത മത്സരം. തുഷാർ വെള്ളാപ്പള്ളിയും ശ്രദ്ധേയമാണ്. കാരണം കോട്ടയത്തിന്റെ പരമ്പരാഗത രാഷ്ട്രീയത്തിൽ അങ്ങനെയെങ്കിൽ വോട്ടിംഗ് പാറ്റേണിൽ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടാവും. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ അത് ചർച്ചകൾക്ക് ഇടവയ്ക്കുന്നതാണ് എന്നതാണ് സാഹചര്യം. തൃശ്ശൂരിൽ ഇപ്പോൾ പുറത്തു വന്ന കണക്ക് പോസ്റ്റൽ വോട്ടുകളുടേതാണ്. സുരേഷ് ഗോപി പോസ്റ്റൽ വോട്ടുകൾ, അതായത് സംസ്ഥാനത്ത് 3 സീറ്റുകളിൽ ഇപ്പോൾ BJP സ്ഥാനാർത്ഥികൾ മുന്നിലാണ്. സംസ്ഥാനത്ത് തൃശ്ശൂരിൽ, ഒപ്പം ആലപ്പുഴയിൽ, തിരുവനന്തപുരത്ത് എന്നീ 3 സീറ്റുകളിൽ BJP സ്ഥാനാർത്ഥികൾ ആദ്യഘട്ടത്തിൽ മുന്നിലാണ്. തൃശ്ശൂരിൽ പോസ്റ്റൽ വോട്ടുകളിലാണ് മുന്നിലെങ്കിൽ ആലപ്പുഴയിൽ 1ാം റൗണ്ടിന് തുടക്കത്തിലാണ് ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട ലീഡ് നിലകൾ പുറത്തുവരുന്നത്. 3 സ്ഥലങ്ങളിൽ ഇപ്പോൾ സംസ്ഥാനത്ത് BJP സ്ഥാനാർത്ഥികൾ മുന്നിലാണ്. പക്ഷെ ദേശീയ തലത്തിൽ BJPക്ക് ഒട്ടും ആശ്വാസകരമല്ല. വീണ്ടും ലീഡ് നില 300-ന് താഴേക്ക് വന്നു. 296-ലേക്ക് ഇന്ത്യ മുന്നണി എത്തി. 190-ലേക്ക് ഇന്ത്യ മുന്നണി എത്തി എന്ന 295 NDA സഖ്യം കുറഞ്ഞിരിക്കുകയാണ്. 190-ലേക്ക് ഇന്ത്യ മുന്നണി എത്തി. മധ്യപ്രദേശിൽ പോലും കോൺഗ്രസ് 4 സീറ്റിൽ ലീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള പ്രത്യേകതയുണ്ട്. ഗുജറാത്തിൽ പോലും കോൺഗ്രസിന് 4 സീറ്റിൽ ലീഡ് കിട്ടുകയാണ് എന്ന പ്രത്യേകതയുണ്ട്. രാജസ്ഥാനിൽ 7 സീറ്റുകളിൽ ഇന്ത്യ സഖ്യം. മഹാരാഷ്ട്രയുടെ ചിത്രമേ മാറുന്നു. മഹാരാഷ്ട്രയിലെ NDA 25-ഉം ഇന്ത്യ മുന്നണി 20 സീറ്റിലേക്കും മാറുന്നു എന്നതാണ് ചിത്രം. ആ തരത്തിൽ മഹാരാഷ്ട്രയിലും വലിയ തമിഴ്നാട്ടിൽ അണ്ണാമലൈ പിന്നിലാണ്. തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ ആദ്യഘട്ടത്തിൽ തമിഴ്നാട്ടിൽ 2 സീറ്റുകൾ ലീഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അണ്ണാമലൈ തമിഴ്നാട്ടിൽ പിന്നിലാണ്. മധ്യപ്രദേശിൽ പോലും 4 സീറ്റുകളിൽ കോൺഗ്രസ് മുന്നേറുന്നു എന്ന വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. 23-4 മഹാരാഷ്ട്രയിൽ 25 NDA ആണ്. ഇന്ത്യ സഖ്യം 20 സ്ഥലങ്ങളിൽ ലീഡ് ചെയ്യുന്നു. KK ശൈലജ വടകരയിൽ 117 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. LDF വടകരയിൽ ലീഡ് ചെയ്യുന്നു. 117 വോട്ടുകൾക്ക്. തോമസ് ചാഴിക്കാടന്റെ ലീഡ് 200 വോട്ടാണ്. ഇപ്പോൾ കോട്ടയത്ത് LDF ലീഡ്, വടകരയിലും LDF ലീഡ് എന്നുള്ളതാണ് അപ്ഡേറ്റ്. ശൈലജ ടീച്ചറിന്റെ ലീഡ് 117 ആണ്. ഇപ്പോൾ 10-7-3 എന്ന നിലയിലാണ് സംസ്ഥാനത്തെ ഇപ്പോഴത്തെ അവസ്ഥ. 10-7-3 10 സീറ്റുകളിൽ UDF, 7 സീറ്റുകളിൽ LDF, 3 സീറ്റുകളിൽ ഇപ്പോൾ NDA എന്നതാണ് ഏറ്റവും പുതിയ കണക്കായി ഇപ്പോൾ പുറത്തു വരുന്നത്. 3 സീറ്റുകൾ, ഒന്ന് ആലപ്പുഴ, ഒന്ന് തിരുവനന്തപുരം, ഒന്ന് തൃശൂർ എന്ന നിലയിൽ BJPയുടെ ലീഡുണ്ട്. 7 സീറ്റുകളിൽ LDF ലീഡ് ചെയ്യുന്നു. 10 സീറ്റുകളിൽ മാത്രമാണ് ഇപ്പോൾ UDF ലീഡുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഫല സൂചനകൾ മാറി മറിയുകയാണ്. വീണ്ടും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ പിന്നിലേക്ക് പോകുന്നു. KC വേണുഗോപാൽ ആലപ്പുഴയിൽ ലീഡിലേക്ക് കുതിക്കുന്നു. തുടക്കത്തിലുള്ള ലീഡിന് ശേഷം തൃശ്ശൂരിലും പ്രധാനപ്പെട്ട 3018 വോട്ടുകളുടെ ലീഡിലേക്ക് സുരേഷ് ഗോപി മാറുന്നു. 3018 പോസ്റ്റൽ വോട്ടുകളുടെ കണക്കാണ്. പക്ഷേ പോസ്റ്റൽ വോട്ടുകളിൽ 13966 വോട്ടുകൾ ഇപ്പോൾ സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് EVM വോട്ടുകളാണ്. 10948 VS സുനിൽകുമാർ, 7906 കെ മുരളീധരൻ മൂന്നാമതാണ്. സുരേഷ് ഗോപിയും VS സുനിൽകുമാറും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് തൃശ്ശൂരിൽ. സുരേഷ് ഗോപി ലീഡ് ചെയ്യുന്നു. 3018 വോട്ടുകൾക്ക് സുരേഷ് ഗോപി ലീഡ് ചെയ്യുന്നു. രണ്ടാമതായിട്ടുള്ളത് VS സുനിൽകുമാറാണ്. കെ മുരളീധരൻ തൃശ്ശൂരിൽ മൂന്നാമതാണ്.
മലപ്പുറത്ത് ആദ്യമായി LDF ലീഡ് എന്ന പ്രത്യേകതയുമുണ്ട്. മലപ്പുറത്ത് LDF ലീഡ്. വസീഫ് 4715 വോട്ടുകൾക്ക് തരൂരിന്റെ ലീഡ് തിരുവനന്തപുരത്ത് 1000 കടന്നു. ശശി തരൂരിന്റെ ലീഡ് തിരുവനന്തപുരത്ത് 1000 കടന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. രാജ് ചന്ദ്രശേഖർ പുറകോട്ടാണ്. തിരുവനന്തപുരത്ത് 1000 കടന്നു. തൃശൂരിൽ സുരേഷ് ഗോപി കുതിക്കുന്നു. 3000 മുകളിൽ ലീഡ് നേടിയാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കുതിപ്പ്. ആലപ്പുഴയിലെ ശോഭാ സുരേന്ദ്രന്റെ ലീഡ് മാറി. ഇപ്പോൾ KC വേണുഗോപാലാണ് ആലപ്പുഴ ലീഡ് ചെയ്യുന്നത്. സംസ്ഥാനത്ത് ഇപ്പോൾ ഒരു മണ്ഡലത്തിൽ മാത്രം ഇപ്പോൾ BJP ലീഡ് ചെയ്യുന്നു. ഒരു മണ്ഡലത്തിലാണ് BJP കേരളത്തിൽ ലീഡ് ചെയ്യുന്നത്. അത് തൃശ്ശൂരാണ്. സുരേഷ് ഗോപി ലീഡ് ചെയ്യുന്നു. അതേസമയം തരൂർ തിരികെ പിടിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം മണ്ഡലം ശോഭാ സുരേന്ദ്രൻ പിന്നിലായി. ആലപ്പുഴയിൽ അവിടെ KC വീണ്ടും ലീഡ് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ എല്ലായിടത്തും EVM ആണ്. EVM കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി വോട്ടിംഗ് നിലയിൽ വലിയ മാറ്റം ഉണ്ടാവാം. ലീഡ് നിലയിലും വലിയ മാറ്റം ഉണ്ടാകാം. ET മുഹമ്മദ് ബഷീർ മലപ്പുറത്ത് 11307 വോട്ടുകൾക്ക് മുന്നിൽ. അവിടെ പ്രശ്നമൊന്നുമില്ല. ETക്ക് 11307 വോട്ടുകൾക്കാണ് മുന്നിൽ. നേരത്തെ വസീഫ് മുന്നിലാണെന്നുണ്ടായിരുന്നു. പക്ഷെ അതല്ല, അങ്ങനെയല്ല. ഇപ്പോൾ 11307 വോട്ടുകൾക്ക് ET മുഹമ്മദ് ബഷീർ ലീഡ് ചെയ്യുകയാണ് മലപ്പുറത്ത് UDFന്റെ പരമ്പരാഗത മണ്ഡലത്തിൽ. വയനാട്ടിൽ രാഹുലിന്റെ ലീഡും കൂടുകയാണ്. 200 സീറ്റിലേക്ക് ഇന്ത്യ സഖ്യം. 200 സീറ്റിലേക്ക് ഇപ്പോൾ ഇന്ത്യ സഖ്യം കുതിക്കുകയാണ്. 200 സീറ്റിലേക്ക് ഇന്ത്യ ഫസ്റ്റ് റൗണ്ട് കണക്കുകൾ വരുന്നത് വടകരയിൽ നിന്നാണ്. EVM റിപ്പോർട്ടുകളാവണം പുറത്തു വരുന്നത്. 2479 വോട്ടുകൾക്ക് KK ശൈലജ മുന്നിൽ എന്ന കണക്ക് വടകരയിൽ നിന്നും പുറത്തു വരുന്നു. EVM എണ്ണിക്കുറി കഴിഞ്ഞു. അവിടുന്ന് ആദ്യ റൗണ്ട് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അവിടെ 2479 വോട്ടുകൾക്കാണ് വടകരയിൽ KK ശൈലജ ലീഡ് ചെയ്യുന്നത്. അനിൽ ആന്റണിയുമായി ശക്തമായ മത്സരത്തിലാണ് തോമസ് ഐസക് എന്നുള്ള പ്രത്യേകതയും ഇപ്പോഴുണ്ട്. പത്തനംതിട്ടയിൽ തോമസ് ഐസക് മുന്നിട്ട് നിൽക്കുന്നു. വടകരയിൽ UDFന്റെ ലീഡ് അല്ല. ഇപ്പോൾ വടകരയിൽ LDF ആണ് ലീഡ് ചെയ്യുന്നത്. രാഹുൽ ഗാന്ധിയുടെ ലീഡ് വയനാട്ടിൽ 10,000 മുകളിലേക്കായി. വടകരയിൽ ശൈലജ ലീഡ് 2400 കടന്നു. വടകരയിൽ ശൈലജ ലീഡ് 2400 കടന്നു. ഇന്ത്യ എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്ക്. കേരളത്തിൽ ഇപ്പോഴും ഇഞ്ചോടിഞ്ച് പോരാട്ടം പലയിടങ്ങളിലുമുണ്ട്. LDF പലയിടങ്ങളിലും ലീഡ് തിരികെ പിടിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വടകരയാണ്. വടകരയിൽ LDF ലീഡ്. പത്തനംതിട്ടയിൽ രണ്ടാമത് BJP ആണ്. അനിൽ ആന്റണിയാണ് ഇപ്പോൾ രണ്ടാമത് ലീഡ് ചെയ്യുന്ന ഐസക്കാണ്. അതെ, കൊച്ചിയിൽ നിന്ന് പുതിയ അപ്ഡേറ്റ്. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ 3270 വോട്ടുകളായി ഹൈബിയുടെ ലീഡ് നില ഉയരുന്നു എന്നതാണ് ചിത്രം. തുടക്കം മുതൽ എറണാകുളത്ത് വലിയ ലീഡുണ്ട് ഹൈബിക്ക്. അത് അതേപടി തന്നെ തുടരുന്നു. ഇനി അങ്ങോട്ട് ചിത്രത്തിൽ വലിയ മാറ്റം ഉണ്ടായേക്കാം. കോട്ടയത്തും പുതുപ്പള്ളിയിലും പാലായിലും കടുത്തുരുത്തിയിലും UDF ലീഡ് ചെയ്യുകയാണ്. അങ്ങനെ കോട്ടയത്ത് വീണ്ടും UDFന്റെ ഒരു മുന്നേറ്റം കാണുകയാണ്. അങ്ങനെ കോട്ടയത്ത് ലീഡ്. വടകരയിൽ പക്ഷേ മുന്നേറുന്നത് KK ശൈലജയാണ്. മലപ്പുറത്തും വയനാട്ടിലും UDFന്റെ ലീഡ് ഷാഫിഖ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ KK ശൈലജയാണ്. അതേസമയം കോഴിക്കോട് ലീഡ് നില അറിവായിട്ടില്ല. ഇപ്പോൾ ഏറ്റവും പുതിയത് അറിവായിട്ടില്ല. പക്ഷേ വടകരയുടെ ചിത്രത്തിൽ മാറ്റമുണ്ട്. വടകരയുടെ ചിത്രത്തിൽ മാറ്റമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഷാഫി പറമ്പിൽ മുന്നിലാണ്. വടകരയിൽ വീണ്ടും ഷാഫി പറമ്പിൽ മുന്നിൽ. വടകരയിൽ ഷാഫി പറമ്പിൽ മുന്നിലെത്തുന്നു. 973 വോട്ടുകൾക്ക് മുന്നിലാണ് ഷാഫി പറമ്പിൽ.